സമീപകാലത്ത് ഏറെ കോളിളക്കമുണ്ടാക്കിയ സംഭവമാണ് തൊടുപുഴയിൽ ബിസിനസ് പങ്കാളിയെ കൊന്ന് മാൻഹോളിൽ തള്ളിയ കേസ്. ബിജു ജോസഫിനെ കൊട്ടേഷൻ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയതാണെന്ന് പിന്നീട് തെളിഞ്ഞതാണ്. തൊടുപുഴ സ്വദേശി ജോമോനും കൊട്ടേഷൻ സംഘാംഗങ്ങളും ചേർന്ന് ബിജുവിനെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ മൂന്നാമത്തെ പ്രതിയും പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. കാപ്പ കേസിൽ റിമാൻഡ് ചെയ്യപ്പെട്ട് വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞിരുന്ന വടക്കേക്കര സ്വദേശി ആഷിഖ് ജോൺസന്റെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. തെളിവെടുപ്പിൽ ആഷിഖ് ബിജുവിനെ കുത്താൻ ഉപയോഗിച്ച കത്തിയും കണ്ടെടുത്തു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സാമ്പത്തിക തർക്കത്തെ തുടർന്ന് തൊടുപുഴ ചുങ്കം സ്വദേശി ബിജു ജോസഫിനെ ബിസിനസ് പങ്കാളിയായിരുന്ന ജോമോന്റെ നേതൃത്വത്തിൽ കൊലപ്പെടുത്തിയത്. കൊട്ടേഷൻ സംഘത്തിന്റെ സഹായത്തോടെയായിരുന്നു കൊലപാതകം. കേസുമായി ബന്ധപ്പെട്ട് തൊടുപുഴ സ്വദേശി ജോമോൻ, കൊട്ടേഷൻ സംഘാംഗങ്ങളായ മുഹമ്മദ് അസ്ലം, ജോമിൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ആണ്. കേസിലെ രണ്ടാം പ്രതിയായ ആഷിഖ് ജോൺസൺ കാപ്പ കേസിൽ റിമാൻഡ് ചെയ്യപ്പെട്ട് വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്നു. പോലീസ് ജയിലിൽ എത്തി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തട്ടിക്കൊണ്ടുപോകലും കൊലപാതകവും നടന്ന സ്ഥലങ്ങളിൽ ഇയാളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതി കൊലപാതക സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആഷിഖ് ജോൺസൺ ബിജുവിനെ കുത്താൻ ഉപയോഗിച്ച കത്തിയും കണ്ടെടുത്തു. കലയന്താനിയിലെ ഗോഡൌണിൽ നടത്തിയ തെരച്ചിലിൽ ആണ് കത്തി കണ്ടെടുത്തത്. കൈയിലും കാലിലും ബിജുവിനെ കുത്തി മുറിവേൽപ്പിച്ചതായി ആഷിഖ് മൊഴി നൽകിയിരുന്നു. കത്തിയിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള മറ്റു പ്രതികളെയും ആഷിഖിനെയും ഒരുമിച്ച് എത്തിച്ചും കൂടുതൽ തെളിവുകൾ ശേഖരിക്കും. ബിജുവിനെ ക്രൂരമായി മർദ്ദിച്ചത് ആഷിഖ് ജോൺസൺ ആണെന്നാണ് മറ്റ് 3 പ്രതികളും നൽകിയ മൊഴി. സംഭവ ദിവസം കാപ്പ കേസിൽ പറവൂർ വടക്കേക്കര പോലീസിനെ വെട്ടിച്ച് കലയന്താനി ചെത്തിമറ്റത്തെ ഗോഡൌണിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ആഷിഖ് ജോൺസൺ. ഇതിനിടെയാണ് ഇയാൾ ബിജുവിന്റെ കൊലപാതകത്തിൽ പങ്കാളിയായത്. ഇയാളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കണ്ടെത്തിയ വടക്കേക്കര പോലീസ് അറിയിച്ചതനുസരിച്ച് തൊടുപുഴ പോലീസ് എത്തിയാണ് പ്രതിയെ പിടികൂടിയത്. ഗോഡൌണിന്റെ മാലിന്യക്കുഴിയുടെ മാൻഹോളിൽ പ്രതികൾ ബിജുവിന്റെ മൃതദേഹം തള്ളുന്ന സമയത്താണ് പോലീസ് ഇവിടെ എത്തിയത് എങ്കിലും ആഷിഖിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് പോയതോടെ മറ്റു പ്രതികൾ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയായിരുന്നു. ഈ സമയം കൊലപാതകത്തെക്കുറിച്ച് സൂചന പോലും പുറത്തു വന്നിരുന്നില്ല. പിന്നീട് കേസിലെ മുഖ്യപ്രതി ജോമോനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിൽ ആഷിഖിന്റെ പങ്ക് വ്യക്തമായത്. കൊല്ലപ്പെട്ട ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനം കലയന്താനിക്ക് സമീപം അഞ്ചിരിയിൽ നിന്നും ബിജുവിന്റെ സ്കൂട്ടർ എറണാകുളത്തിന് സമീപത്തു നിന്നുമാണ് പോലീസ് കണ്ടെത്തിയത്. ന്യൂസ് 18 ഇടുക്കി.